റൈസിൻ്റെ ഒരു അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻ കറി വെച്ചു. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂർക്ക മെഴുക്കുവരട്ടിയാണ്. അതിനുവേണ്ടി ഞാൻ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഏതാണോ വേണ്ടത് അത് നമുക്ക് ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തത്. കുറച്ച് കരുത്തി ആയേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കടുക് ഇട്ടിരിക്കുകയാണ്. കടുക് നല്ല കിടുകിടാ പൊട്ടുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും നമ്മൾ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. തീ നമുക്ക് കുറച്ച് കൂട്ടി വെക്കാം, അപ്പോൾ പെട്ടെന്നാകും. ഞാൻ കുറച്ച് ചുവന്നുള്ളി കുറച്ച് സവോളയും വരട്ടേക്കുന്നത്. അതിൻ്റെ കൂടുതൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം വഴറ്റി കൊടുക്കുക. അതിനകത്തോട്ട് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ മുളക് ഇട്ട് കൊടുക്കണം. ഉണക്കമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ചില്ലി ഫ്ലേക്സ് അത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് കൂട്ടിയും കറിവേപ്പിലയും ആഡ് ചെയ്ത് ശകലം ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും കുറച്ച് വെച്ച് പെട്ടെന്നാകാൻ വേണ്ടി ചെയ്ത പണിയാണ്. വേഗം തീ കുറച്ച് കൂട്ടി വെച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നമ്മളിതിനകത്തോട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന്. കുരുമുളക് പൊടി ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. കരിയാതിരിക്കാനായി കുറച്ച് തീ വീണ്ടും കുറച്ച് വെക്കുക. ഇതിനകത്തോട്ട് നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള കൂർക്കയാണ് മേടിച്ച് വെച്ചിരുന്നത്. അതിന് ചൈനീസ് പൊട്ടറ്റോ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓൾമോസ്റ്റ് വെന്തിരിക്കുന്നതാണ്, അതുകൊണ്ട് അധികം വേവില്ല. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ക്യാമറ വെക്കാൻ ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കൈ പിടിച്ച് ചെയ്യുന്നത്. എന്നാലും ഓക്കെയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ കളർ എത്തുന്നുണ്ട്, ഏകദേശം നല്ലൊരു കളർ എത്തുകയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ളവർ തേങ്ങാക്കൊത്ത് ഇടാവുന്നതാണ്. ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തു വെക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം, കുറച്ചുകൂടി ടേസ്റ്റ് ആകും. ശകലം ഉപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ട്. ശകലം കൂടെ ഒരു ടേസ്റ്റിനായിട്ട് ശകലം കൂടെ ഉപ്പ് കുറച്ച് നന്നായി ഇരുന്നാലേ ഉള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മൂടി വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓൾമോസ്റ്റ് വെന്താണ് ഇരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായി വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂർക്ക കറി റെഡിയാണ്. ഒരു 1 to 5 മിനിറ്റ്സ് എടുക്കുന്നില്ല ഈ കറി വെക്കാൻ വേണ്ടി. പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങി ഫ്രിഡ്ജിൽ വെക്കുകയാണ്, ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു 1 to 5 മിനിറ്റ്സ് കൊണ്ട് ഇത് റെഡിയാകും. ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.